ഇഡിക്കെതിരെ കൈക്കൂലി പരാതി നൽകിയ വ്യവസായിക്ക് മുൻകൂർ ജാമ്യമില്ല. കശുവണ്ടി ഇറക്കുമതിയുടെ പേരിൽ 25 കോടിയുടെ തട്ടിപ്പ് കേസിലാണ് അനീഷ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. പ്രതിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും കുറ്റകൃത്യത്തിന്റെ ഗൌരവം കണക്കിലെടുക്കുമ്പോൾ മുൻകൂർ ജാമ്യം നൽകാനാകില്ലെന്നും കോടതി. കേസ് ഒതുക്കാൻ ഇഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നായിരുന്നു അനീഷ് ബാബുവിന്റെ പരാതി. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, വിവരങ്ങൾ. നേരത്തെ ഈ അനീഷ് ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ഡൽഹിയിലേക്ക് ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ ഹാജരാകണം എന്നതുൾപ്പെടെയുള്ള സമൻസ് അയക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിന്റെ പശ്ചാത്തലം ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഇഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള പരാതി നൽകിയിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് ഇഡി കടക്കുകയും ചെയ്തത്. പിന്നാലെയാണ് അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് തന്റെ നിരപരാധിത്വം ഉണ്ട്, തന്റെ ഭാഗത്ത് ചില കാര്യങ്ങളുണ്ട്, പക്ഷേ അത് ഇഡി അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അറസ്റ്റിനെ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം വേണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചത്. അത് ദിവസങ്ങളായി ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്നു. ഇന്നിപ്പോൾ അതിൽ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങൾ ഇഡിയുടെ കുറ്റപത്രം അല്ലെങ്കിൽ ഇഡി കോടതിയിൽ ഉന്നയിച്ച ചില വിഷയങ്ങൾ ആസ്പദമാക്കി നോക്കുമ്പോൾ ശക്തമായ തെളിവുകൾ ഈ അനീഷ് ബാബുവിനെതിരെ ഉണ്ട്. അതുകൊണ്ട് കുറ്റകൃത്യങ്ങളുടെ ഗൌരവം കണക്കിലെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകാനാവില്ല. മാത്രമല്ല, പ്രതി നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ തക്കതായ കാരണങ്ങൾ ഈ അനീഷ് ബാബു തന്നെ കോടതിയിൽ നൽകിയ വിശദാംശങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നില്ല. അങ്ങനെ ഒരു കാരണങ്ങളില്ല. അതുകൊണ്ട് തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണെന്ന് മനസ്സിലാക്കിയ ഹൈക്കോടതി തൽക്കാലം ജാമ്യം നൽകാൻ കഴിയില്ല, മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിനർത്ഥം ഏതെങ്കിലും തരത്തിൽ ഇഡിയുടെ സമൻസിന് ഉത്തരം നൽകി അദ്ദേഹം ഹാജരാകുന്ന ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള മറ്റു തടസ്സങ്ങൾ ഇഡിക്ക് മുന്നിലില്ല എന്നുള്ളത് കൂടിയാണ്. ധന്യ.